നമുക്ക് വേണമെങ്കിൽ കേന്ദ്ര സർക്കാരിന് ഫ്രീ ആയിട്ട് കുറച്ച് ഉപദേശം കൊടുക്കാം, പൈസ ഒന്നും തരണ്ട. രാത്രി 12 മണിക്കാണ് ഇവിടെ ഞാൻ വന്ന് റീലിടണ്ടേ. ഹലോ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞിട്ട് ഷാമിലി പറഞ്ഞതിനോട് കണക്ട് ചെയ്ത് പറയുകയാണെങ്കിലേ, ഇപ്പോൾ അഭിജിത്ത് ദീപ്ക പറഞ്ഞൊരു കാര്യമുണ്ട്, ഈ ഹിന്ദു മുസ്ലിം പൊളിറ്റിക്സ് ഉണ്ടല്ലോ, നിങ്ങൾ മുന്നേ ഇവിടെ ചെലവാക്കിയ പൊളിറ്റിക്സ് ഉണ്ടല്ലോ, നിങ്ങൾ മറ്റേ ഇവിടുത്തെ രാജ്യം പിടിച്ച് അടക്കിയത് അടക്കമുള്ള വിഷയങ്ങൾ ഉണ്ടല്ലോ, അതൊക്കെ കയ്യിൽ വെച്ചാൽ മതി. ഞങ്ങൾക്ക് ഇവിടുത്തെ പ്രശ്നങ്ങളാണ് ഞങ്ങളിവിടെ അഭിമുഖീകരിക്കുന്നത്, അതിന് കൃത്യമായുള്ള മറുപടി തരിക, ആ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയുള്ള ഇടപെടൽ നിങ്ങൾ നടത്തുക എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. അതുകൊണ്ടാണ് നേരത്തെ ഇപ്പം ഷാമിലി പറഞ്ഞല്ലോ, തുടക്കം മുതൽ അവർ പിന്നെ ഇവരെ രാജ്യദ്രോഹികൾ എന്ന് വിളിച്ചപ്പോൾ പോലും ഇവര് ഭഗത് സിംഗിൻ്റെത് അംബേദ്കർ അടക്കമുള്ള പിന്നെ ഫോട്ടോകൾ ഉയർത്തിപ്പിടിച്ച് ദേശീയഗാനം ആലോപിച്ചുകൊണ്ടാണല്ലോ. അപ്പൊ അവര് പിന്നെ ഇവിടുത്തെ യഥാർത്ഥ ദേശസ്നേഹികളാണ്. അവര് ഇവിടുത്തെ രാഷ്ട്രീയ, അതായത് ഇവിടുത്തെ പ്രശ്നങ്ങളെ കൃത്യമായിട്ട് അഡ്രസ് ചെയ്യുന്ന ആളുകളാണ്. ആ രീതിയിൽ സാമൂഹ്യ ബോധമുള്ള യുവാക്കളുടെ ഒരു കൂട്ടാണത്. രാഷ്ട്രീയരുടെ കൂട്ടം എന്ന് പോലും പറയാൻ പറ്റൂല. ഇല്ല ശരിയാ ശരിയാ. അതില്ലല്ലോ ഞാൻ ഒരു റീല് വലിയ തോതിൽ പ്രചരിച്ചു. അതായത് അദ്ദേഹം ഒരു മുസ്ലിം വിശ്വാസിയാണ് എന്ന് തോന്നിക്കുന്ന രീതിയിൽ വേഷം ധരിച്ചിരിക്കുന്ന ഒരു മനുഷ്യൻ. അദ്ദേഹം മറ്റൊരാൾക്ക് വിഷറി, അതായത് നമുക്കത് സ്നേഹത്തിന്റെ കാറ്റും തണലും ആകുന്ന ഒരുപാട് കാഴ്ചകൾ നമ്മളവിടെ കണ്ടു. നിത്യജീവിതത്തിലെ വേഷമാണ് തീർച്ചയായും. അപ്പൊ ഞാൻ പറയാണ്, അങ്ങനെയുള്ള ഒരാള് വിഷറി വീശി കൊടുക്കുന്നു, ഒരു ബുദ്ധസന്യാസിയാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. എന്നിട്ട് അവർ നടന്നു പോകുന്ന ഒരു പാസിംഗ് റീല് കാണുകയാണ്. പക്ഷേ ആലോചിക്കണം, ഈ ഉയർത്തിയ മുദ്രാവാക്യങ്ങൾ മുഴുവൻ ഈ രണ്ട് വിഭാഗങ്ങളെ അടക്കം സ്പ്ലിറ്റ് ചെയ്യുന്നതിന് എതിരെ ഉയർത്തുന്ന മുദ്രാവാക്യങ്ങളാണ്. ഈ മനുഷ്യന്മാരെയൊക്കെയാണ് ഈ കാലയളവിൽ മുഴുവൻ ഇതിൽ ഇങ്ങനെയുണ്ട്, ചില ബൈനറികൾ ഉണ്ട് ഇവിടെ, ഇങ്ങനെയൊക്കെ പോകാവൂ, ഇങ്ങനെയൊക്കെ പ്രവർത്തിക്കാം എന്നുള്ള ഒരു പ്രതീതി ഇവിടെ സൃഷ്ടിച്ചുകൊണ്ട് അങ്ങനെയാക്കി നിർത്തുന്നത്. അതിനെതിരെയുള്ള മുദ്രാവാക്യങ്ങളും അതിനെതിരെയുള്ള അസംഖ്യം കാഴ്ചകളും അതിനെതിരെയുള്ള സ്നേഹ കാഴ്ചകളുമാണ് സത്യത്തിൽ ജന്തർ-മന്ദറിൽ മുഴുവൻ ഉണ്ടായതെന്നുള്ളതാണ് എനിക്ക് അതിൽ. പിന്നെ എനിക്ക് വേറൊരു കാര്യം പറയാനുള്ളത്, ഒരു കാര്യം പറയാൻ തോന്നുന്നത് എന്നുള്ളതേ, നമ്മള് പണ്ട് മുതലേ നമ്മളൊക്കെ പറയില്ല, ഇങ്ങനെ മുകളിൽ ഒരാള് എല്ലാം കാണുന്നുണ്ട്, ലേശം ഭയമൊക്കെ വേണമെന്ന് പറയുന്നത്. കാലക്രമേണ അത് പിന്നെ CCTV ആയി മുകളിലുള്ള ഒരാള്, അങ്ങനെയും കൂടെ വന്നല്ലോ ആ ഗ്രൂപ്പിലേക്ക്. മുകളിൽ ഒരാൾ കാണുന്നുണ്ടെന്നുള്ളത്, പിന്നെ അത് ഇപ്പൊ മൊബൈൽ ക്യാമറകളായി കാണുന്നത്. അപ്പൊ ആ മൊബൈൽ ക്യാമറകളിലാണ് ഇതെല്ലാം. അപ്പൊ മുകളിൽ ഒരാൾ കാണുന്നുണ്ട് പറയുമ്പോ അതിലൊരു സത്യമുണ്ട്, നിങ്ങൾ അതിൽ ശ്രദ്ധിക്കണം എന്നൊക്കെയല്ലേ പറയുന്നത്. അപ്പൊ ഈ മൊബൈൽ ക്യാമറകളിലും അതിലൊരു സത്യമുണ്ട്. അപ്പോ അതായിരുന്നു സത്യത്തിൽ ജൻസികളുടെ ഏറ്റവും വലിയ ആയുധം എന്നുള്ളതാണ്. അവർക്കെതിരെ എന്ത് വ്യാജ പ്രചാരണങ്ങൾ ചമയ്ക്കുമ്പോഴും അവർക്കെതിരെ ഏതൊക്കെ തരത്തിലുള്ള ആയുധങ്ങൾ വരുമ്പോഴും അവരുടെ യാഥാർത്ഥ്യം അവർക്ക് ഇതിലൂടെ കാണിക്കുവാൻ, പുറം ലോകത്തെ അറിയിക്കുവാൻ, കാണിക്കാൻ പറ്റിയിട്ടുണ്ടെന്നുള്ളത്. ഇനി അതിനും തടയിടുവാൻ വേണ്ടി ശ്രമിച്ചു ചെയ്ത് ഇന്റർനെറ്റ് ഒക്കെ കട്ട് ചെയ്തിട്ട്. പക്ഷെ കുട്ടികൾ അതിലും ബുദ്ധിമാന്മാരാണ്. അവർ ബിറ്റ്ചാറ്റ് പോലെയുള്ള ആപ്പുകളാണ്, ബ്ലൂടൂത്ത് മെഷ് പിന്നെ സംവിധാനങ്ങൾ ഉപയോഗിച്ച്, അത് ബ്ലൂടൂത്ത് മെഷ് നെറ്റ്വർക്കിംഗ് ആപ്പുകൾ ഉപയോഗിച്ച്. അതെ, അവിടെയും ഒരു കൂട്ടായ്മ വേറെ വർക്ക് ചെയ്യുന്നത്. അതായത് നമുക്ക് വേണമെങ്കിൽ കേന്ദ്ര സർക്കാരിന് ഫ്രീ ആയിട്ട് കുറച്ച് ഉപദേശം കൊടുക്കാം, പൈസ ഒന്നും തരണ്ട. അതായത് നിങ്ങൾ ഇവിടെ പിന്നെ ഇന്റർനെറ്റ് കട്ട് ചെയ്തിട്ട് ഇവിടുത്തെ ഒരു സമരം തകർക്കാൻ നിങ്ങൾ നോക്കുകയാണെങ്കിൽ, നിങ്ങൾ ആദ്യം ഇന്റർനെറ്റ് കട്ട് ചെയ്യാൻ പോകരുത്. എന്ത് ചെയ്യണം? ആദ്യം നിങ്ങൾ ബ്ലൂടൂത്ത് പിന്നെ മെഷ് നെറ്റ്വർക്കിംഗ് സംവിധാനങ്ങൾ പാടെ ഒഴിവാക്കുക, അങ്ങനത്തെ എല്ലാം പ്രവർത്തനരഹിതമാക്കുക. പിന്നെ എവിടെയെങ്കിലും തൊട്ടടുത്ത് എവിടെയെങ്കിലും ഫ്രീ വൈഫൈകളൊക്കെ ഉണ്ടെങ്കിൽ അതും ആ കണക്ഷൻ പോലും വിച്ഛേദിക്കുക. അങ്ങനെ ഒരു തരത്തിലും പരസ്പരം കമ്മ്യൂണിക്കേഷൻ നടക്കാത്ത വിധത്തിലേക്ക് നിങ്ങൾ ആദ്യം എല്ലാം സജ്ജീകരിക്കണം. എന്നിട്ട് മാത്രമേ നിങ്ങൾ ഇന്റർനെറ്റ് കട്ട് ചെയ്യാൻ പോകുള്ളൂ. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിന്റെ ഒരു സംഗതി എന്താണെന്ന് അറിയോ? അതായത് ഇപ്പൊ നമ്മുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളൊക്കെ നമ്മൾ എന്താ ചെയ്യാറ്? ഇടയ്ക്കിടയ്ക്ക് അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. ഇടയ്ക്കിടയ്ക്ക് അപ്ഡേറ്റ് ചെയ്യുന്ന പുതിയ സംഗതികൾ അതിൽ വരുന്നതുകൊണ്ടാണ്. അതുപോലെ കേന്ദ്ര സർക്കാർ അവരുടെ സംവിധാനങ്ങളും അവരുടെ നിലവിൽ കൊണ്ടുപോകുന്ന രീതികളൊക്കെ തന്നെ ഇടയ്ക്കിടയ്ക്ക് അപ്ഡേറ്റ് ചെയ്യണം. അല്ലെങ്കിൽ ഇതുപോലെ തന്നെ മന്ത്രിസഭയിൽ നിന്ന് ഇടയ്ക്കിടയ്ക്ക് ഓരോ ആളുകൾ കൊഴിഞ്ഞു പോകും. ഇപ്പം പ്രധാനാണ്, ധർമ്മേന്ദ്ര പ്രധാനാണ്, ഇനിയിപ്പം നിതിൻ ഗഡ്കരി പോകുന്നൊക്കെയാണ് പലരും പറയുന്നത്. അപ്പൊ ആ രീതിയിൽ കാര്യങ്ങൾ മാറണ്ടെങ്കിൽ നമ്മൾ ഈ തരുന്ന ഫ്രീ ഉപദേശങ്ങളൊക്കെ നിങ്ങൾ പാലിക്കാൻ നോക്കുക. പൈസ ഒന്നും അല്ല, അത് എന്തായാലും ഉറപ്പായാലും ഒരു ടേക്ക് അവേ എന്നുള്ള നേരത്ത് പിന്നെ എന്ന രീതിയിൽ ഉറപ്പായാലും കേന്ദ്ര സർക്കാർ ഇതിൽ നിന്നെല്ലാം അവർ അണ്ടർഎസ്റ്റിമേറ്റ് അവരെയും നമ്മൾ അങ്ങനെ അണ്ടർഎസ്റ്റിമേറ്റ് ചെയ്യാൻ പാടുണ്ടോ? സത്യത്തിൽ പാടില്ല. ഈ ഘട്ടത്തിൽ തന്നെ മോദി പറഞ്ഞു, ഇൻസ്റ്റയിലൊന്നും ഇല്ലാത്തവർക്ക് നിലനിൽപ്പില്ല
മന്ത്രിപ്പണി വേണേല് ഇൻസ്റ്റയിൽ ഫോളോവേഴ്സും ലൈക്കൊക്കെ വേണം. ഇൻസ്റ്റയിൽ ഫോളോവേഴ്സും ലൈക്കൊക്കെ വേണം മന്ത്രിമാർക്ക് നിർദ്ദേശം എന്നുള്ള ഒരു തീരുമാനത്തിലെടുത്ത് രാത്രി 12 മണിക്കാണ് ഇവിടെ ഞാൻ വന്ന് റീലിടണ്ടേ, അല്ലാതെ പാർലമെന്റിലല്ല ഞാൻ പ്രസ്താവന നടത്തണ്ടേ എന്നുള്ളത് പാതിരയ്ക്ക് നമ്മൾ സാധാരണഗതിയിൽ വാട്സാപ്പിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ ചില ആളുകൾ ഹായ് എന്നൊക്കെ പറഞ്ഞു വരുന്ന ആ ലെവലിലേക്ക് ഹലോ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞിട്ട് രാത്രി സ്വപ്നം കണ്ട് ഞെട്ടി എണീച്ചവർ ഒന്ന് ഫോൺ എടുത്തപ്പോ ഞെട്ടി എന്നൊക്കെയാണ് പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള തിരിച്ചറിവിലേക്കൊക്കെ വന്നിട്ടുണ്ട്. അപ്പൊ തീർച്ചയായും ഇതൊക്കെ പരിശോധിക്കായിരിക്കും. ഈ വിച്ചാറ്റിന്റെ ഒരു കാര്യം പറയുമ്പോൾ പോലും ഒരു ബ്ലൂടൂത്ത് വെച്ച് കണക്ട് ചെയ്യുമ്പോൾ എത്ര അകലത്തിലും എത്ര ദൂരെ നിന്നും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുള്ളത്. പക്ഷെ അങ്ങനെയല്ല, പല ആളുകൾ ചേരുമ്പോൾ അത് വലിയ നെറ്റ്വർക്കായി മാറുകയാണ്. ശരിക്കും അങ്ങനെ ഒരു കൂട്ടായ്മയും ഒരു നെയ്തെടുത്ത വല പോലെയായിരുന്നു പ്രവർത്തിച്ചത്. ഇതിനോട് ചേർത്ത് വെക്കേണ്ട മറ്റൊരു കാര്യം കൂടി ശാമിലി പറയാം. അതായത് നമ്മളിപ്പോ ഈ ജെൻസി തലമുറയെ ഇവിടുത്തെ ആളുകൾ കണ്ട എങ്ങനെയാണ്, വളരെ അപൊളിറ്റിക്കലായ, വളരെ രാഷ്ട്രീയത്തോട് ഒരു താല്പര്യമില്ലാത്ത ഭയങ്കര അരാഷ്ട്രീയവാദികളായിട്ടുള്ള ഒരു കൂട്ടം എന്നാണ്. അങ്ങനെയൊക്കെയുള്ള വിമർശനങ്ങൾ നിൽക്കുമ്പോഴാണ് അതിനൊക്കെ തള്ളിക്കളയുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറിയത്. അതായത് ഇപ്പൊ നേരത്തെ തന്നെ ശാമിലി ഈ അരാഷ്ട്രീയവാദത്തെ അപൊളിറ്റിക്കലായിട്ടുള്ള സംഗതികളെ കുറിച്ചൊരു ഡെഫിനേഷൻ ഒക്കെ പറഞ്ഞല്ലോ, അത് ഒരു രാഷ്ട്രീയമാണ് എന്നൊക്കെ പറഞ്ഞല്ലോ. അപ്പോ ഈ അരാഷ്ട്രീയവാദം എന്ന് പറഞ്ഞാല് കംപ്ലീറ്റ്ലി അതെന്തോ സാമൂഹ്യ ബോധമില്ലായ്മ അല്ല എന്നുള്ളതാണ് ഇവര് ഇവിടെ തെളിയിക്കപ്പെട്ടത്. കാര്യം എന്താന്ന് വെച്ചാല് ഇവിടുത്തെ നീറ്റ് ഇവരോ അല്ലെങ്കിൽ ഇവരുടെ പിന്നെ സഹോദരങ്ങളോ കൂട്ടുകാരോ മറ്റു ബന്ധുക്കളോ അടക്കമുള്ള ആളുകൾ നാളെ പഠിക്കേണ്ടതാണ്. അപ്പൊ ഇവര് ക്രമക്കേടുകൾ വന്നാൽ ഇവരുടെ ജീവിതത്തിൽ ഇവരുടെ കുടുംബത്തിൽ ചിലപ്പം കുട്ടികളെ നഷ്ടപ്പെട്ടേക്കും എന്നുള്ള ചിന്ത അവർക്കുണ്ടായി. പിന്നെ രാജ്യത്ത് ഇനിയും ഇതുപോലെ കുട്ടികൾ നഷ്ടപ്പെടരുന്നുള്ള ചിന്ത അവർക്കുണ്ടായി. പിന്നെ അത് മാത്രല്ല, ഈ നീറ്റ് ക്രമക്കേടിലൂടെ അടക്കം വരുന്ന ഡോക്ടർമാരാണ് നാളെ നമ്മൾ സർജറി ചെയ്യേണ്ടത്. ഒന്ന് ആലോചിച്ച് നോക്കൂ. അപ്പൊ ഞാനും ശാമിലിയും അടക്കമുള്ള ആളുകൾ ഇവിടെ കൊല്ലപ്പെടാതിരിക്കണമെങ്കിൽ, ഈ സർജറിക്കിടെ കൊല്ലപ്പെടാതിരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഇതുപോലത്തെ നീറ്റ് ക്രമക്കേടിലൂടെയുള്ള ഡോക്ടർമാർ ഇവിടെ വരാൻ പാടില്ല എന്ന് അവർക്ക് ശക്തമായിട്ടുള്ള ഭയമില്ലാത്ത ഒരു ഉറച്ച ബോധ്യം ഉണ്ടായി. ആ സാമൂഹ്യ ബോധമാണ് ശരിക്കും അവരെ നയിച്ചത്, അല്ലേ? അതെ, തീർച്ചയായും. അതിലൊരു തർക്കവുമില്ല. അത് അല്ലെങ്കിൽ ജൻസികൾ അരാഷ്ട്രീയക്കാരാണ്, അരാഷ്ട്രീയവാദികളാണ്, അവർ ഫോണിൽ തലയും കുമ്പിട്ട് ഇരിക്കുകയാണ് എന്നൊക്കെ പറയുന്നവരോട് എനിക്ക് എല്ലാ ഘട്ടത്തിലും ഒരു അകലത്തിൽ നിർത്തിയിട്ടേ ഉള്ളൂ. കാരണം ഫോണിലൊക്കെ ഇപ്പോൾ ഒരു അതായത് നിറയെ പുസ്തകങ്ങൾ വായിക്കുന്നവരുണ്ടാവും. അതുപോലെ അങ്ങനെ പുസ്തകങ്ങൾ വായിക്കുന്ന ഒരാളുടെ അടുത്ത് നമ്മൾ ഒരു 15 മിനിറ്റ് സംസാരിച്ചു കഴിഞ്ഞാൽ നമുക്കും ഒരുപാട് വിവരങ്ങൾ ലഭിക്കുന്നുള്ളതാണ്. അങ്ങനെ പലതരം ഇൻഫർമേഷൻ ഈ ഫോണിൽ ഇപ്പോഴുണ്ട് എന്നുള്ളതാണ്. ഈ കുട്ടികൾ ഇവിടെ ഇരുന്ന് തല കുമ്പിട്ടിരിക്കുമ്പോഴത്തേനും ഇവർ ഷോർട്സ് കാണുന്നു, റീലുകൾ കാണുന്നു, ഇതിലൊക്കെ ഓരോരോ കണ്ടന്റുകളാണ് ഇങ്ങോട്ട് വരുന്നത് എന്നുള്ളതാണ്. ഇതുമായി ബന്ധപ്പെട്ട് തന്നെ ഇനിയിപ്പോൾ ആയിക്കോട്ടെ, എത്ര ബൗദ്ധിക നിലവാരത്തിലുള്ള ആഴത്തിൽ ചിന്തിക്കുന്ന, രാഷ്ട്രീയം സംവേദിക്കുന്ന ഒരുപാട് റീലുകൾ വളരെ വളരെ ലളിതമായ ഭാഷയിൽ കുട്ടികൾ ഇപ്പോൾ ചെയ്യുകയാണ്. അത് +2 പഠിക്കുന്ന കുട്ടികളും ഡിഗ്രി പഠിക്കുന്നതും അങ്ങനെ അല്ലാത്തവരും അത് കഴിഞ്ഞുള്ളവരും മോട്ടിവേഷൻ സ്പീക്കേഴ്സും ഒക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുക. ഇതൊക്കെയാണെന്ന് ഇവരെ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്ന് വെച്ചാൽ വായന മരിച്ചു എന്നല്ല ഞാൻ പറയുന്നത്. വായനയും അവിടെ ഉണ്ട്. അത്തരം ആളുകൾ വായിക്കുന്നതുകൊണ്ട് തന്നെ അത് മറ്റുള്ളവർക്ക് കൂടി പങ്കിടുവാൻ വേണ്ടി കൂടി അവർ തയ്യാറാകുന്നില്ല. അങ്ങനെയുള്ള ഒരു ചെറിയ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെയാണ്, അതൊരു കമ്മ്യൂണിക്കേഷൻ എത്രമാത്രം സിമ്പിൾ ആക്കുന്നു, ഇവർക്കും കൂടെ കണക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്കാണ്. നിങ്ങൾ ഒരു വിഷയം സംസാരിക്കുന്നുണ്ടെങ്കിൽ ഞാനും വരും നിങ്ങളുടെ കൂടെ. അവരുടെ കൂട്ടത്തിന് മാത്രമല്ലല്ലോ, എല്ലാ തലമുറയിലെ ആളുകളെയും അതായത് ഇപ്പൊ നേരത്തെ പറഞ്ഞല്ലോ, സാധാരണ ഇതിൽ കേന്ദ്ര സർക്കാരിനുള്ള ഒരു സമരം ചെയ്യുമ്പോൾ ഇവിടുത്തെ പോസ്റ്റ് ഓഫീസുകളിലേക്ക് അവിടെ സാധാരണ നമ്മുടെ നാട്ടിൻപുറത്ത് അപ്പുറത്ത് ചായ കുടിക്കുന്ന പിന്നെ രമണിയച്ചിന്റെ മോളോ ആരെങ്കിലും ഒക്കെ ആയിരിക്കും പിന്നെ അവിടുത്തെ പോസ്റ്റ് മാസ്റ്ററൊക്കെ. അവർക്ക് ഈ വിഷയത്തിൽ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനൊന്നുമില്ല. പക്ഷെ അങ്ങോട്ടാണ് സമരം ചെയ്യുക, അവരെയാണ് ഘരാവോ ചെയ്യുക. അപ്പോ നോക്കുമ്പോ സമരം ചെയ്യുമ്പോൾ ഇതങ്ങോട്ട് കണക്ട് ആവുന്നില്ലല്ലോ. പക്ഷെ ഉണ്ട്, ഒരുതരം പ്രൊട്ടസ്റ്റ് എന്നുള്ളത് ഉണ്ട്. ഇവിടുത്തെ പരമ്പരാഗതമായ പാർട്ടികളൊക്കെ ഇപ്പോഴും അങ്ങനെയുള്ള കാര്യങ്ങൾ തന്നെയാണ് പിന്തുടരുന്നത്. അതിലൊന്നും മനസ്സിലാകായില്ല. പക്ഷെ ജൻസിക്ക് കൂടുതൽ കണക്ട് ആവുന്നത് നമ്മളിപ്പോൾ ഇവിടെ എത്തി ഇവിടെ പ്രതിഷേധിക്കേണ്ട ഒരു ആവശ്യകത ഉണ്ട് എന്നുള്ളത് ഈ പഴയ രീതി അവലംബിച്ചതുകൊണ്ടല്ല, പുതിയ രീതിയിലേക്ക് ഇതിനെ മാറ്റിയത് കൊണ്ട് കൂടിയാണ് കൂടുതൽ ആളുകൾക്ക് ഇതിനെ മനസ്സിലായത്. ആദ്യം ജന്തർ മന്ദറിൽ എത്തിയവരിൽ പിടിച്ച് പിന്നെയുള്ള ആളുകൾ എത്തുന്നതും ഇത്തരം വീഡിയോകളും റീലുകളും കണ്ടുകൊണ്ട് തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതിനെ ഇപ്പൊ ശാമിലി പറഞ്ഞതിനോട് ചേർത്ത് വെച്ച് എനിക്കൊരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ചാല്, ഇപ്പം ഈ അരാഷ്ട്രീയ ബോധം, അരാഷ്ട്രീയത, ജൻസികൾ അങ്ങനെയാണ് ഇങ്ങനെയാണ്
വരുന്ന തലമുറകൾ മൊത്തം ഇങ്ങനെയാണ്, അങ്ങനെയൊന്നും ഇവിടുത്തെ കോൺഗ്രസോ BJP-യോ അല്ല പിന്നെ CPM-ഓ അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികൾ അങ്ങനെ പറഞ്ഞ് തള്ളിക്കളയുന്നതിന് പകരം എന്തുകൊണ്ടാണ് ഇവർക്കൊരു അരാഷ്ട്രീയ ബോധം ഉണ്ടായത്? ഞങ്ങളുടെ ഭാഗത്ത് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ? ഞങ്ങൾ ഇങ്ങനെ അപ്ഡേറ്റ് ചെയ്യാതെ ഭയങ്കര പരമ്പരാഗതമായിട്ടുള്ള രീതികളിൽ പോകുന്നത് കൊണ്ടാണോ? ഇവരെ ഒരു തരത്തിലും കണക്ട് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണോ എന്നൊക്കെയുള്ള ഒരു പുനരാലോചന നടത്തേണ്ടതുണ്ട്. എന്നിട്ട് കാലത്തിനനുസരിച്ച് ഇപ്പം നമ്മൾ കേന്ദ്ര സർക്കാരിന് ഒരു ഉപദേശം കൊടുത്തില്ലേ, അതുപോലെ ഈ പാർട്ടികളും ഇവർ കാലത്തിനൊത്ത രീതിയിൽ അപ്ഡേറ്റ് ചെയ്യണം. ഇപ്പം സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ഇപ്പൊ നമ്മൾ നേരത്തെ ഗോദി മീഡിയന്റെ കാര്യം പറഞ്ഞില്ലേ, ഇവിടുത്തെ ഒരു മാധ്യമങ്ങളും ഒരു സമരം പിന്നെ നടത്തി ജയിപ്പിക്കാനും വേണ്ട. നമുക്ക് മറ്റേ ഈ മുല്ലപ്പൂ വിപ്ലവമൊക്കെ അറിയാലോ, അറബ് സ്പ്രിംഗ് ഒക്കെ അറിയാലോ, അതടക്കം അത് പിന്നെ നേരത്തെ എന്താ പറഞ്ഞത്, പിന്നെ എക്സ് വിപ്ലവം, ഫേസ്ബുക്ക് വിപ്ലവം 2010 അവസാനത്തോടുകൂടി വന്ന ഇതാണല്ലോ, സമരമാണ്. അപ്പോൾ അങ്ങനെ അടക്കം പരിഹസിച്ചപ്പോഴും അന്നേ നമ്മൾക്ക് മുൻപിൽ മുൻകാല മാതൃകകൾ ഉണ്ടല്ലോ. അപ്പോൾ ഇങ്ങനത്തെ പഴയ എല്ലാ രീതികളെയും നിങ്ങൾ മറികടന്നുകൊണ്ട് ഏറ്റവും പുതിയതായിട്ട് ഏറ്റവും പുതിയ മാർഗങ്ങൾ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് എല്ലാ ജനവിഭാഗത്തെയും ചേർത്ത് പിടിച്ചുകൊണ്ട് എങ്ങനെ മുന്നോട്ട് പോകാം എന്നാണ് നിങ്ങൾ നോക്കേണ്ടത്. അതിന് ജൻസികള് എല്ലാ തലമുറയിലെ ആളുകളെ അട്രാക്ട് ചെയ്തു. അതുപോലെ നിങ്ങൾ ഇവിടുത്തെ പ്രതിപക്ഷ പാർട്ടികൾ, കോൺഗ്രസ്, CPIM ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികൾ ആ രീതിയിൽ പുനരാലോചന നടത്തണം. ഇവർ അരാഷ്ട്രീയവാദികൾ എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ സമയം കളയുന്നതിന് പകരം പുതിയ പുതിയ സിദ്ധാന്തങ്ങൾ കൽപ്പിക്കുന്നതിന് പകരം നിങ്ങൾ എങ്ങനെ പരിഷ്കരിക്കപ്പെടണം എന്ന രീതിയിലാണ് നിങ്ങൾ ആലോചിക്കേണ്ടത്, അല്ലേ? അതെ അതെ, കാലാനുസൃതമായി എന്തായാലും ഒരു മാറ്റം വരുത്തുന്നത്. കാലം മാറുമ്പോൾ കോലവും മാറ്റാം എന്നുള്ളതാണ്. അത് ഞാൻ ഇങ്ങനെ വിചാരിക്കുന്നത്, അതായത് ഒരേ താളത്തിൽ ഒരു വിഷയം കാലങ്ങളായി പറഞ്ഞു പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് അതിനോടൊരു വിരക്തിയാണ്. ഉറപ്പായിട്ടും. അതെ അതെ, ഇപ്പൊ ഓമനത്തിങ്കൾ ചിത്ര പാടുന്നത് പോലെ അതെന്ന് വെച്ചാൽ നമ്മളെ അങ്ങ് ഉറക്കുവാണ് ആ സാധനം. അത് ഭയങ്കര ഇഷ്ടമാണ് നമുക്കത്, അതിനോട് നമുക്ക് വിയോജിപ്പൊന്നുമില്ല ആ പാട്ടിനോട്. ഇപ്പോഴും കുട്ടികൾ ചോദിക്കാൻ നമ്മൾ വരുത്തും. പക്ഷെ ഇപ്പോഴത്തെ കുട്ടികൾക്ക് BTS കൂടുതൽ താല്പര്യമാണ്. അത് എന്തുകൊണ്ടാണ്? അതിൽ അവരുടെ ശബ്ദത്തിൽ ഏറ്റക്കുറച്ചില്ല, അവരിൽ എന്തൊക്കെ ചില വിപ്ലവങ്ങൾ അതിലൂടെ പറയുന്നു. ഇപ്പോൾ ഏറ്റവും ഇപ്പം മൈക്കൽ ജാക്സനെ പോലെയുള്ള ആളുകളെ ഇപ്പൊ കൂടുതൽ കുട്ടികൾ ഉപയോഗിക്കുന്നു അവരുടെ പാട്ടുകൾ എന്നുള്ളത്. എന്താണ്, ദേ ഡോണ്ട് റിയലി കെയർ അബൌട്ട് us, അങ്ങനെയല്ലേ ആ പാട്ടാണ് ഏറ്റവും അധികം മില്യണായിട്ട് ആളുകൾ ഉപയോഗിക്കുന്നത്. അത് എന്തുകൊണ്ടാണ്? അതിനൊരു സാർവദേശീയമായ ഒരു ആശയം കരുത്തും കൈവരുവാൻ വേണ്ടിയിട്ട് ഇതൊക്കെ പാട്ടുകളൊക്കെ ഉപയോഗിക്കും. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞത്, ഇങ്ങനെ ഒരു താളത്തിലല്ല ഇങ്ങനെ പോയിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നും ഇല്ലാന്ന് ഇവിടെ ഇരിക്കുന്ന മുത്തശ്ശി പാർട്ടികൾ എല്ലാവരും, പരമ്പരാഗതമായ പാർട്ടികൾ എന്തായാലും ഉപയോഗിക്കണം. അതിൽ ഏറ്റക്കുറച്ചിലുകൾ വേണം. അവർക്ക് ഈ കാലത്തെ കൂടെ ഉത്തേജിപ്പിക്കുന്ന രീതിയിൽ അവരുടെ കൂടി പ്രശ്നങ്ങൾ അവർക്കും അഡ്രസ് ചെയ്യണം. അവർക്കും ചില അരക്ഷിതാവസ്ഥകളുണ്ട്, കാരണം അവരും വളർന്നു വരിക. ഇവിടെ വലിയ ഇഷ്യൂ ആണ് തൊഴിലില്ലായ്മയൊക്കെ, സത്യത്തിൽ ഉള്ളതാണത്. അതായത് നാളെ വളർന്നു വരുമ്പോൾ ഇത് മനുഷ്യന് ഈ സൊസൈറ്റിയിൽ അവരാഗ്രഹിക്കുന്നത് പോലെ എന്തായാലും ജീവിക്കണ്ടേ? അറ്റ്ലീസ്റ്റ് അവരുടെ അച്ഛനും അമ്മയും തുടർന്നു വന്ന രീതിയിൽ ആ നിലവാരത്തിലെങ്കിലും ജീവിക്കണമെങ്കിൽ പോലും ഈ ഘട്ടത്തിൽ വലിയ പാടായി വരും എന്നുള്ളതാണ്. അപ്പോൾ അത് അങ്ങനെയുള്ള അരക്ഷിതാവസ്ഥകൾ അവർക്കുണ്ട്. അത് ഏറ്റവും ജെനുവിൻ ആയിട്ട് അഡ്രസ് ചെയ്യണം എന്നുള്ളതാണ്. അപ്പൊ അതിനെ അട്ടിമറിക്കുന്ന രീതിയിൽ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോൾ ആ പ്രശ്നത്തെ അമാന്തിക്കാതെ അഡ്രസ് ചെയ്യണം എന്നുള്ളതാണ്. അങ്ങനെ അമാന്തിക്കാതെ കോൺഗ്രസ് ഇവിടെ അഡ്രസ് ചെയ്തു എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. അവർക്ക് ഇപ്പോഴും അവസാന സമയത്താണ് അവർക്ക് ഇടതുപക്ഷ പാർട്ടികൾ അതിലൊരു പിന്നെ ഗൗരവമായിട്ടുള്ള നല്ല ഇടപെടൽ. ഇനി ഈ കോൺഗ്രസിന്റെ IT സെല്ലുകൾ പറയുന്നത്, സൈബർ വിങ്ങുകൾ പറയുന്നത് ഈ വിഷയം വർഷങ്ങളായി രാഹുൽ ഗാന്ധി ഉന്നയിച്ചിരുന്നത്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇമ്പാക്ട് ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല. നേരത്തെ പറഞ്ഞു, ഒരേ താളത്തിൽ ഇത് ഉന്നയിക്കുമ്പോൾ ആര് വകവെക്കുന്നു എന്നുള്ളതാണ്. ഇത് അവഗണിക്കുക എന്നുള്ള അതിലേറെ വലിയ ഒരു നയവും പിടിച്ചിരിക്കുന്ന ഒരു ഗവൺമെന്റിന്റെ അടുത്ത് ഈ രീതിയിൽ ഉന്നയിച്ചതുകൊണ്ട് കാര്യമുണ്ടോ എന്നുള്ളത്. അത് നേരത്തെ പോലെ ഉറക്കുപാട്ട് പോലെയായിട്ട് അതങ്ങ് അവസാനിക്കുകയുള്ളൂ. അതിലാരെയും ഉത്തേജിപ്പിക്കാനോ അത് ആരെയും പിന്നെ കൂടുതൽ പ്രചോദിപ്പിച്ചിട്ട് ആ സമരത്തിലേക്ക് അണിചേരാനും ഇത് വേണം, ഇതിൽ പ്രശ്നമുണ്ട് എന്ന് പറയുവാനോ പറ്റിയില്ല. അവിടെയാണ് CJP വിജയിച്ചത് എന്നുള്ളതാണ്. അവിടെയാണ് BJPയുടെ IT സെല്ലുകളുടെ അടക്കം സ്ട്രാറ്റജികളെ തച്ചു തകർത്ത വിധം ഇവർ മുന്നേറി എന്നുള്ളതാണ്. ഇവർക്ക് വർക്കാവുന്നത്, സ്ട്രാറ്റജി വർക്കാവുന്നതും ഇവർ കാലത്തിനനുസരിച്ച് കോലം മാറിയ വിധത്തിൽ ഇവർ ഇതിനെ അവതരിപ്പിച്ചത് കൊണ്ടുമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. വ്യക്തിപരമായിട്ട് എനിക്കിപ്പം ഇന്ത്യ സഖ്യത്തിലെ പാർട്ടികളോടും ഇവിടുത്തെ കോൺഗ്രസിനോടും പ്രധാന പാർട്ടികളായിട്ടുള്ള കോൺഗ്രസിനോട് CPM-നോട് അടക്കം പറയാനുള്ളത്, ഇപ്പം രാഹുൽ ഗാന്ധി അല്ലെങ്കിൽ പിണറായി വിജയൻ, ഗോവിന്ദ മാഷ് അടക്കമുള്ള ആളുകൾ ഇത് രാജ്യത്താകമാനുള്ള ഒരു പെർസ്പെക്റ്റീവിലാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ടാണ് ഇവരെയും കൂടി പറഞ്ഞത്. അപ്പോൾ
ആ രീതിയിൽ ഇവർ വാർത്താ സമ്മേളനം നടത്തുമ്പോൾ മറ്റു മാധ്യമങ്ങൾ ഏറ്റെടുത്തില്ല എന്ന് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ ആരും ഇത് ലൈവായിട്ട് സംപ്രേഷണം ചെയ്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങളിങ്ങനെ അങ്ങനെ വിഷമിച്ച് നടക്കരുത്. കാര്യം ഇവരുടെ CJP-യുടെ ഒരു മനുഷ്യരുടെ ഇവിടെ ലൈവായിട്ട് സംപ്രേഷണം ചെയ്തിട്ടില്ല, പിന്നീടാണ് വന്നത്, അവസാന സമയമാണ് വന്നത് നോക്കാൻ നമുക്കറിയാം. അപ്പൊ നിങ്ങൾ അങ്ങനെ നിങ്ങളുടെ പരിമിതികളെ ആ രീതിയിൽ പരസ്പരം അയ്യോ ഞങ്ങൾ ഇങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് വിഷമിച്ചിരിക്കരുത്. നിങ്ങൾ പരസ്പരം കുറ്റപ്പെടുത്താൻ പോരുത്. ഞങ്ങൾ സമരം നടത്തുമ്പോൾ ഇന്ത്യ മുന്നണിയിലെ ആ പാർട്ടികൾ ഞങ്ങളൊപ്പം ചേർന്നില്ല എന്നൊന്ന് പറഞ്ഞു നിങ്ങളിങ്ങനെ പരസ്പരം പഴിചാരരുത്. ഇപ്പം നേരത്തെ നമ്മൾ പറഞ്ഞോണം തന്നെ പുതിയ സംവിധാനങ്ങൾക്കൊത്ത് നിങ്ങൾ മാറിയേ പറ്റുള്ളൂ. പിന്നെ ഈ കൂട്ടത്തിൽ തന്നെ ഈ പറഞ്ഞതിന്റെ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ സമരത്തിനോടൊപ്പം ചേർത്ത് വെക്കേണ്ടതാണ് ഇനി വരാൻ സാധ്യതയുള്ള രാജ്യത്താകെ വലിയ തോതിൽ പ്രക്ഷോഭത്തിലേക്ക് നയിക്കപ്പെടാൻ സാധ്യതയുള്ള ഒന്നാണ് E20 ജനതാ പാർട്ടി, എത്തനോൾ ജനതാ പാർട്ടി എന്നുള്ള പേരിൽ വരുന്നത്. അപ്പോ അതും ഈ രീതിയിൽ തന്നെ വലിയൊരു ഇമ്പാക്ട് ഉണ്ടാക്കില്ലേ? ഷാമിലിക്ക് എന്താ തോന്നുന്നത്? തീർച്ചയായും അത് അഡ്രസ് ചെയ്യേണ്ട വിഷയമാണ്. അവരുടെ ബയോയിലുള്ളത് എന്തായിരുന്നു? ശുദ്ധമായ പെട്രോൾ പൗരന്റെ അവകാശമാണ്. അങ്ങനെയാണല്ലോ ബയോ എന്നുള്ളത്. അതിൽ ഒരുപാട് ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുകയാണ് ഇപ്പോൾ തന്നെ. അത് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയുടെ അടക്കം അദ്ദേഹത്തിന് അതിൽ സ്വകാര്യ ലാഭങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് അടക്കമുള്ള വലിയ വലിയ ഓൾറെഡി അതിൽ ഉയർന്നു വന്നു കഴിഞ്ഞു ആ വിഷയം. അത് ഏത് രീതിയിൽ ടേക്കപ്പ് ചെയ്യുന്നു, എന്താണ് അതിന് ഉപയോഗിക്കുന്ന ഒരു സ്ട്രാറ്റജി എന്നത് നമുക്കറിയില്ല. പിന്നെ ഇതിൽ നമ്മൾ പ്രത്യേകിച്ച് പറയേണ്ട ഒരു കാര്യം, ഇപ്പം CJP-ക്കായാലും നമ്മള് ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു അടിയന്തര വിഷയമാണ് ഇത്. അതുകൊണ്ട് തന്നെ നമ്മൾ അടിയന്തരമായി തന്നെ ഇതിനെ ഒത്തുചേർന്ന് ഇതിനെ പ്രതിരോധിക്കണം. അതുകൊണ്ട് ഒരു മനുഷ്യന്മാർ അടിയന്തരമായി കൂട്ടം ചേരുകയാണ് ജന്തർ മന്ദറിൽ. അതിന്റെ ഭാഗമായി വാങ്ചുക്ക് ഇവിടെ സോനം വാങ്ചുക്ക് നിരാഹാര സമരം ഇരിക്കുന്നു. അദ്ദേഹത്തെ ഒട്ടും ജനാധിപത്യ ബോധമില്ലാത്ത രീതിയിൽ ഒരു കർട്ടൻ തുണിയിൽ പൊക്കിക്കൊണ്ടുപോയിട്ട് അപ്പൊ അങ്ങനെയൊക്കെയാണ് ഇതിലൊരു പക്ഷെ അത് കൊണ്ടുപോകുന്ന രീതി ഈ പ്രശ്നങ്ങളുണ്ടല്ലോ. അപ്പൊ അങ്ങനെയൊക്കെയാണ് അതിലുള്ളത്. അപ്പൊ അടിയന്തരമായ രീതിയിൽ ഇവിടെ കൂടിച്ചേർന്നത് ഇതുകൊണ്ടാണ്, അവർക്ക് കണക്ട് ആയ ഒരു വിഷയം കൊണ്ടാണ്. മറ്റു വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ വീണ്ടും വീണ്ടും ഇതുപോലെ ഒരു ഇത്രയും മനുഷ്യർക്ക് അല്ലെങ്കിൽ ഒരു മാസിന് കണക്ട് ആവണമെന്ന് നിർബന്ധമില്ല. ഒരു ഗ്രൂപ്പിനെ യോജിപ്പിച്ച് നിർത്തുന്നത് അവരുടെ ആശയപരമായ യോജിപ്പ്, പ്രത്യയശാസ്ത്രം ചിലപ്പോൾ അതിലുണ്ടാവാം. അങ്ങനെയൊക്കെയല്ലേ അങ്ങനെയല്ലേ ഒരു സംഘടനയുടെ കെട്ടുറപ്പ്. അത്തരം കാര്യങ്ങൾ CJP-ക്കുണ്ട് എന്ന് നമുക്കിപ്പോ അനുമാനിക്കാൻ കഴിയില്ല. അങ്ങനെ തോന്നുന്നില്ലല്ലോ. അവർക്കൊരു സംഘടനാ ശൂന്യതയും ഒരു പ്രത്യയശാസ്ത്ര ഇല്ലായ്മയും ഒക്കെ ഉണ്ടല്ലോ. അത് വെച്ച് പോകുമ്പോൾ എങ്ങനെയാണ് വിവിധ വിഷയങ്ങളിൽ അവരൊരു നിലപാടെടുക്കുക, ഏത് പ്രത്യയശാസ്ത്രത്തിന്റെ പേരിൽ ആളുകളെ കൂട്ടിച്ചേർക്കും, ഒരു മൂവ്മെന്റ് ഉണ്ടാക്കും എന്നൊക്കെയുള്ളത് നമ്മൾ ഇനി നോക്കിക്കാണേണ്ട കാര്യമാണ്. അതെ. ഇവിടുത്തെ യുവാക്കൾക്ക് എന്ന് മാത്രമല്ല ഈ രാജ്യത്തെ സകലമാന ജനങ്ങൾക്കും ഒരു വലിയൊരു പ്രശ്നമുള്ളതെന്ന് വെച്ചാൽ ദരിദ്രരെന്നും ദരിദ്രരാവുകയും പിന്നെ സമ്പന്നർ എക്കാലവും സമ്പന്നരായി കൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരു വ്യവസ്ഥിതി ഇവിടെയുണ്ട്. അതിനെതിരെ ശക്തമായിട്ടുള്ള വിയോജിപ്പുകളുണ്ട്. ഇപ്പം ഈ E20 ജനതാ പാർട്ടി മുന്നോട്ട് വെക്കുന്ന ചില പോയിന്റുകളൊക്കെ എടുത്തു നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. അതായത് നിതിൻ ഗഡ്കരിയുടെ മകൻ ഒരു 17 കോടി ആസ്തിക്കുള്ള ഒരു കമ്പനി ഉണ്ടായിരുന്നു. അത് കുറഞ്ഞ കാലം കൊണ്ട് 530 കോടിയിലെത്തി. അതെങ്ങനെ എത്തി? അപ്പം ഇതൊക്കെ ഈ ഒരു എത്തനോൾ മിക്സിംഗ് ആയിട്ടുള്ള ബ്ലെൻഡിങ് ആയിട്ടുള്ള പെട്രോളിയം ഇവിടെ കൊടുക്കുന്നതിന് പിന്നിലൂടെ അങ്ങനെയുള്ള ഇവിടെ കർട്ടന്റെ പുറകിൽ ഇങ്ങനെ പല കച്ചവടങ്ങളും നടക്കുന്നുണ്ട്. അപ്പോൾ ഒന്നാമതേ ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവിടുത്തെ ഒരു വ്യവസ്ഥിതിയോട് വലിയ അമർഷമുണ്ട്. അപ്പോ അങ്ങനെ എല്ലാം കൂടെ കൂടിച്ചേർന്ന വലിയൊരു പ്രക്ഷോഭത്തിലേക്ക് തന്നെ ഇത് എത്തിപ്പെടും തന്നെയാണ് ഞാൻ കരുതുന്നത്. തീർച്ചയായും അത് അങ്ങനെ തന്നെയാണ്. അതായത് വിഷയങ്ങളെ ഈ രീതിയിൽ അഡ്രസ് ചെയ്യുമ്പോൾ പക്ഷെ അതില് എത്ര പേർ അതിന് ചേർന്ന് നിൽക്കാനുണ്ടാവും എന്ന് അറിയില്ല. ഇതിപ്പം ഷാമിലിയോടൊപ്പം ഞാനടക്കം എല്ലാവരും ഇതിനോട് ചേർന്ന് നിൽക്കുന്ന എനിക്ക് തോന്നുന്നത്. കാര്യം എന്താന്ന് വെച്ചാൽ ഇപ്പൊ എഥനോൾ ബ്ലെൻഡ് ചെയ്ത പെട്രോൾ നമ്മുടെയൊക്കെ വണ്ടികൾ ഒഴിച്ചാൽ എന്താ ചെയ്യാ, വണ്ടികൾ പെട്ടെന്ന് കേടുവന്നു. ഇപ്പം വർക്ക്ഷോപ്പിലേക്ക് തന്നെ ഇപ്പം കൂടുതൽ ഇങ്ങനെ വണ്ടികൾ എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോ ഇത് പിന്നെ വലിയ തോതിൽ ആകമാനമുള്ള ജനങ്ങളെ ബാധിക്കുന്ന വിഷയമാണ്. അപ്പൊ എല്ലാ വിഭാഗം ജനങ്ങളും ഇതിനോട് ഐക്യപ്പെടുന്നതാണ് ഞാൻ വിചാരിക്കുന്നത്. തീർച്ചയായും അതായത് എന്താണ് അതിൽ അവർ ഉപയോഗിക്കുന്ന സ്ട്രാറ്റജി എന്നുള്ളതുണ്ടല്ലോ. ഒരു സമരവും ഒരു മൂവ്മെന്റ് ആയിട്ട് ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകാനേ, ഒരു ജനകീയ മുന്നേറ്റമായി ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ ആരാണ് ഇതിന് പിന്നിൽ നിന്ന് കൃത്യമായിട്ട് നമുക്ക് വെളിപ്പെട്ടില്ല. അഭിജിത്ത് പിന്നെ CJP-ന്റെ നേരത്തെ വ്യക്തമാണ്, അഭിജിത്ത് ഒക്കെ മുന്നോട്ട് വന്നതോടുകൂടി നമുക്ക് മനസ്സിലായി. പക്ഷെ ഇതൊന്നും മനസ്സിലായിട്ടില്ല, ആരാണ് എന്താണെന്നൊന്നും മനസ്സിലായിട്ടില്ല. പക്ഷേ അത്തരം പിടികൊടുക്കലുകൾ അല്ലെങ്കിൽ അത്തരം മനസ്സിലാക്കലുകൾ
കേന്ദ്രത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നതിന് മുമ്പ് ഒരു മൂവ്മെന്റ് നടത്തി കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ നമ്മൾ പറഞ്ഞ അപ്ഡേഷൻ സംഭവിക്കുന്നതിന് മുമ്പല്ലേ ആ അപ്ഡേഷൻ സംഭവിക്കുന്നതിന് മുമ്പ് ഒരു മൂവ്മെന്റ് നടത്തി കഴിഞ്ഞാൽ ചിലപ്പോ അവർ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ വലിയ ബഹുജനങ്ങളിലേക്ക് എത്തിയേക്കും, അല്ലെങ്കിൽ റെസ്ട്രിക്റ്റഡ് ആവും എന്നുള്ളതിൽ തർക്കമൊന്നുമില്ല. ഓക്കെ ഓക്കെ, നമുക്ക് തോന്നുന്നു ഇത് ചുരുക്കാൻ തോന്നുന്നു. മറ്റെന്തെങ്കിലും പറയാനുണ്ടോ ഷാമിലിക്ക്? മറ്റൊന്നുമില്ല, പറയാനോ? ചുരുക്കാൻ തോന്നുന്നു. ഓക്കെ